വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഭുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഗതാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ആദരണീയനായ സമരാധ്യക്ഷൻ KPC പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവരുടെ നിർദ്ദേശത്തോടെ ഈ ധർമ്മസമരത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കുണ്ടറയുടെ പ്രിയപ്പെട്ട MLA ശ്രീ PC വിശ്വനാഥ് അവരെ ക്ഷണിക്കുന്നു. ബഹുമാനായ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർ, ഈ ധാർമ്മിക സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്ന ആദരണീയനായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ, ആരാധ്യയായ നമ്മുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, മുൻ പ്രതിപക്ഷ നേതാവ് പ്രവർത്തക സമിതി അംഗം പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല, UDFൻ്റെ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ അടൂർ പ്രകാശ്, മുൻ KPCC അധ്യക്ഷൻ ശ്രീ K മുരളീധരൻ, ശ്രീ MM ഹസൻ, AICCയുടെ സെക്രട്ടറി ശ്രീ VK അറിവഴകൻ, ബഹുമാന്യരായ രാഷ്ട്രീയ മുൻ KPCCയുടെ അധ്യക്ഷൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ K സുധാകരൻ അവർ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർ, ബഹുമാന്യരായ നമ്മുടെ MP മാർ, ബഹുമാന്യരായ MLA മാർ, ബഹുമാന്യരായ രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, തിരുവനന്തപുരം DCC പ്രസിഡന്റ് ശ്രീ N ശക്തൻ അടക്കമുള്ള DCC പ്രസിഡന്റുമാർ, എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ ജില്ലയിൽ നിന്നും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള തൊഴിലുറപ്പ് കുടുംബാംഗങ്ങൾ, വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിട്ടുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, KPCCയുടെ ബഹുമാന്യരായ വർക്കിംഗ് പ്രസിഡന്റുമാർ ശ്രീ ഷാഫി പറമ്പിൽ, ശ്രീ AP അനിൽകുമാർ, ബഹുമാന്യരായ നേതാക്കന്മാരെ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി രാജ്യവ്യാപകമായി ആരംഭിച്ചിരിക്കുന്ന വലിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലോക് ഭവൻ്റെ മുമ്പിൽ ഇന്ന് രാവിലെ ആരംഭിച്ച് നാളെ രാവിലെ അവസാനിക്കുന്ന ഈ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ലോകത്ത് ഇന്ന് വരെ നടപ്പിലാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, അത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഞ്ച്മടിയിൽ ചേർന്ന കോൺഗ്രസ് ചിന്തൻ ശിബിറിലാണ് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിയമമായി പാസാക്കി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ആദ്യം സംസാരിച്ചത്. അതിനുശേഷം 2004 കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് സോണിയാഗാന്ധി രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം കൊടുത്തു. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ
ഞങ്ങൾ അധികാരത്തിൽ വന്ന് 100 ദിവസം തികയും മുമ്പ് ഈ രാജ്യത്തെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി 100 ദിവസം തൊഴിലുറപ്പാക്കുന്ന ഒരു നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കുമെന്ന് സോണിയാഗാന്ധി രാജ്യത്തിന് കൊടുത്ത ഉറപ്പാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആ ഗവൺമെൻറ് 100 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ വലിയ മാറ്റത്തിനത് കാരണമായി. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ സമരം നടത്താൻ ആസ്പദമായ സാഹചര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇഞ്ചിഞ്ചായി ഈ പദ്ധതി ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. UPA ഗവൺമെൻറ്റിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് അവകാശാധിഷ്ഠിത വികസനം നടപ്പിലാക്കിയ ഗവൺമെൻറ്റായിരുന്നു. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ ഔദാര്യമല്ല. ഇവിടെ ചില ആളുകൾ ഞങ്ങൾ പെൻഷൻ കൊടുത്തു, ഞങ്ങൾ പെൻഷൻ കൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഭരണകൂടത്തിൻ്റെ ഔദാര്യമല്ല, ഇത് പൗരൻ്റെ അവകാശമാണ്. റൈറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് അതായിരുന്നു നമ്മുടെ മുദ്രാവാക്യം. അങ്ങനെ റൈറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ അവകാശമായതാണ് തൊഴിലുറപ്പ്. വിദ്യാഭ്യാസം അവകാശമായതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. വിവരം അവകാശമായതാണ് വിവരാവകാശ നിയമം. ഭക്ഷ്യസുരക്ഷ അവകാശമായതാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. അങ്ങനെ ഇതൊന്നും സർക്കാരുകളുടെ ഔദാര്യമല്ല, പൗരൻ്റെ അവകാശമാണ്. അത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന് ആ അവകാശം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അന്ന് നമ്മൾ നടപ്പിലാക്കിയ നിയമനിർമ്മാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. അത് ഇപ്പോൾ മോദി ഗവൺമെൻറ് പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന് അതിൽ നിന്നും തൊഴിലിൻ്റെ ഗ്യാരണ്ടി ഉറപ്പാക്കി, മഹാത്മാഗാന്ധിയെയും ഒഴിവാക്കി. ഞാൻ നേതാക്കന്മാരെല്ലാം സംസാരിക്കുന്ന കാര്യമായതുകൊണ്ട് ഒരു ദിവസവും ഇന്ന് രാത്രിയും ഇവിടെ പ്രസംഗങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അത് പല രൂപത്തിലുള്ള പ്രതിഷേധമുണ്ട്, കലാരൂപത്തിലുള്ള പ്രതിഷേധമുണ്ട്, എല്ലാം അരങ്ങേറുന്ന ഒരു സ്ഥലമാണ്. ആർട്ടിസ്റ്റുകൾ വരും, ഇവിടെ പെർഫോം ചെയ്യും, അവരുടെ പ്രതിഷേധം അവരറിയിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിനവും രാത്രിയുമായതുകൊണ്ട് ഒരു ദീർഘപ്രസംഗത്തിന് പ്രസക്തിയില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ ചടങ്ങിൽ, ഈ ധാർമ്മിക സമരത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം നേടുമ്പോൾ ഈ പാർട്ടിക്ക് ഊർജ്ജസ്വലമായി നേതൃത്വം നൽകുന്ന ആദരണീയനായ KPCCയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ, ഈ സമരത്തിൻ്റെ, രാപ്പകൽ സമരത്തിൻ്റെ ഉദ്ഘാടകൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ്, കേരളം രാജ്യത്തിന് സംഭാവന ചെയ്ത രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും നടത്തുന്ന ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് ഒപ്പം നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ അവർകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം എത്തിച്ചേരും. കേരളത്തിൻ്റെ ജനകീയനായ പ്രതിപക്ഷ നേതാവ്, ജനപക്ഷ പോരാട്ടങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് നേതൃത്വം നൽകുന്ന, ഗവൺമെൻറ്റിൻ്റെ അഴിമതികളെ തുറന്നു കാട്ടുന്ന പ്രിയങ്കരനായ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യയായ കേരളത്തിൻ്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി, പ്രവർത്തക സമിതി അംഗം പ്രിയങ്കരിയായ ദീപാദാസ് മുൻഷി അവർകളെ സ്വാഗതം ചെയ്യുന്നു. ആരാധ്യനായ പ്രവർത്തക സമിതി അംഗം, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റുമായ ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. UDFൻ്റെ കൺവീനർ പ്രിയങ്കരനായ ശ്രീ അടൂർ പ്രകാശ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ മുൻ പ്രസിഡന്റ്, പ്രവർത്തക സമിതി അംഗം പ്രിയങ്കരനായ ശ്രീ K സുധാകരൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ പ്രസിഡന്റ് ആദരണീയനായ ശ്രീ K മുരളീധരൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ മുൻ പ്രസിഡന്റ് MM ഹസൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ പ്രവർത്തക സമിതി അംഗം പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കൂടിയായ
കോഴിക്കോട് MP പ്രിയങ്കരനായ ശ്രീ MK രാഘവൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. UDFന്റെ മുൻ കൺവീനർ കൂടിയായ പ്രിയങ്കരനായ MP ശ്രീ ബെന്നി ബെഹനാൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ കാസർഗോഡിൻ്റെ MP ആദരണീയനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. AICCയുടെ ബഹുമാന്യരായ സെക്രട്ടറിമാർ ശ്രീ VK അറിവഴകൻ അവர்களെയും പ്രിയങ്കരനായ ശ്രീ മൻസൂർ അലിഖാൻ അവர்களെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മുടെ MLA കൂടിയാണ് AICCയുടെ കർണാടകത്തിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി ശ്രീ റോജി M. ജോൺ അവരെ സ്വാഗതം ചെയ്യുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ കൂടിയായ രാജ്യസഭാ മെമ്പർ പ്രിയങ്കരിയായ ശ്രീ ജബി മേത്തർ അവരെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പ്രസിഡന്റുമാർക്കും വേണ്ടി പ്രിയങ്കരനായ തിരുവനന്തപുരം DCCയുടെ പ്രസിഡന്റ് ആദരണീയനായ ശ്രീ അഡ്വക്കേറ്റ് N. ശക്തൻ അവരെ സ്വാഗതം ചെയ്യുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ നെയ്യാറ്റിങ്കര സനൽ അടക്കമുള്ള KPCCയുടെ മുഴുവൻ ഭാരവാഹികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MLAമാർ ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ള ശ്രീ അൻവർ സാദത്ത്, ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ശ്രീമതി ഉമാ തോമസ്, തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ M. വിൻസെൻ്റ് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ AP അനിൽകുമാറിനെയും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MBയെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആദരണീയനായ ശ്രീ KC വേണുഗോപാൽ അവർ ഈ ഉദ്ഘാടന സമ്മേളന വേദിയിലേക്ക് കടന്നു വരികയാണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. KSU പ്രസിഡന്റ് അലോഷ്യസ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജനീഷ് അടക്കമുള്ള നേതാക്കന്മാരെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ നേതാക്കന്മാരും പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി KPCC പ്രസിഡന്റിനോടും ശ്രീ KC വേണുഗോപാൽ അവരോടും ശ്രീ VD സതീശൻ അവരോടും ഒപ്പം നേതാക്കന്മാർ ദീപാദാസ് മുൻഷി അടക്കം പുഷ്പാർച്ചനയ്ക്കായി കടന്നു വരികയാണ്. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരെ സ്വാഗതം ചെയ്യുന്നു. ഈ ധർമ്മസമരത്തിൻ്റെ ഉദ്ഘാടകൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP, ബഹുമാനനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, കേരളത്തിൻ്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിജി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശ്രീ K. സുധാകരൻ MP, ശ്രീ കൊടിക്കുന്നേൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കൊടിക്കുന്നേൽ സുരേഷ് MP, മുൻ പ്രസിഡന്റന്മാർ ശ്രീ K. മുരളീധരൻ, ശ്രീ MM ഹസൻ, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, മറ്റ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെ, MPമാർ, MLAമാർ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റ്മാർ, പ്രിയമുള്ള സഹപ്രവർത്തകരായ സഹോദരി സഹോദരന്മാരെ, തൊഴിലുറപ്പ് തൊഴിലാളി സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഈ ധർമ്മസമരത്തിൻ്റെ ന്യായങ്ങൾ, ഇതിൻ്റെ ആവശ്യകതകൾ എന്ത് എന്ന് സ്വാഗത പ്രസംഗത്തിൽ ശ്രീ PC വിശ്വനാഥ് MLA വർക്കിംഗ് പ്രസിഡന്റ് ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ജനത, അവർ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്, പട്ടിണി പാവങ്ങളാണ്. അവരുടെ പട്ടിണി മാറ്റാൻ, അവർക്ക് ജീവിത
ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സോണിയാഗാന്ധി ചെയർപേഴ്സണായി UPAയുടെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള നിയമം പാസാക്കി. നിയമപ്രകാരം അത് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ അവകാശമായിട്ട് മാറ്റുന്ന നടപടികൾ സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്ത സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാര്, സഹോദരിമാര്, അവരെ പട്ടിണി മാറ്റാൻ, കുട്ടികളെ പോറ്റാൻ അവരെ കണ്ടെത്തിയ ജീവിത മാർഗം നമുക്കറിയാം. തൊഴിലുറപ്പ് പദ്ധതി തന്നെയായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഒന്നുകിൽ തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഭരണഘടനാപരമായിട്ട് പൗരന്മാർക്ക് ജീവിക്കാനുള്ള, മാന്യമായി ജീവിക്കാനുള്ള അവകാശം അത് സംരക്ഷിക്കാൻ ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ തൊഴിൽ നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് പകരമായിട്ട് അവർക്ക് വരുമാനം ഉറപ്പിക്കാനുള്ള കൂലി നൽകണം. അതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തസ്സത്ത നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മഹത്തായ പദ്ധതിക്ക് രാഷ്ട്രപിതാവിൻ്റെ, മഹാത്മജിയുടെ നാമധേയമാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് നൽകിയത് എങ്കിൽ രാഷ്ട്രപിതാവ് പറഞ്ഞു, ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, ഗ്രാമീണ ജനതയുടെ പട്ടിണി മാറ്റുകയാണ് ഏതൊരു ഭരണാധികാരിയുടെയും ഉത്തരവാദിത്തമെന്ന്. രാഷ്ട്രപിതാവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, സ്വപ്നങ്ങൾ, അതിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ബൃഹത്തായ മഹത്തായ ഈ സാമൂഹ്യ പദ്ധതി നടപ്പിലാക്കി, തൊഴിലുറപ്പ് നടപ്പിലാക്കി, അതിന് രാഷ്ട്രപിതാവിൻ്റെ നാമധേയം നൽകിയത് എങ്കിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടി, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ആരംഭത്തിൽ തന്നെ ഈ പദ്ധതിക്കെതിരായിരുന്നു. 2009 UPA വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ, മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിച്ചപ്പോൾ അത് BJP പറഞ്ഞു, കോൺഗ്രസ് ഗവൺമെന്റ് ആവിഷ്കരിച്ച ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ് കോൺഗ്രസിന് വീണ്ടും ജയിക്കാൻ കഴിഞ്ഞത് എന്ന് അവരെ ആവലാതിപ്പെട്ടവരാണ്. ഈ പദ്ധതിയെ ആരംഭത്തിൽ തന്നെ അവരെതിർത്തവരാണ്. അതിനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരാണ് BJP ഗവൺമെന്റ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടി അവരെന്ത് ചെയ്യുന്നു? ഈ പദ്ധതിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള ഏറ്റവും കിരാതമായ നിയമം പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന്റെ പേരിൽ അവരെ ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനു മുൻപ് നമുക്കറിയാം, കർഷകർക്ക് എതിരായിട്ടുള്ള 3 കിരാത നിയമങ്ങൾ ഇന്ത്യയിൽ BJPയുടെ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതിശക്തമായ കർഷക പ്രതിഷേധം ആ തെറ്റായ നിയമങ്ങൾക്കെതിരെ ഉയർന്നു. അവസാനം ആ തെറ്റായ നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ബാധ്യസ്ഥമായി, നിർബന്ധമായി. ഇവിടെ ഇത്തരത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന നിയമനിർമ്മാണം പാർലമെന്റിൽ വന്നപ്പോൾ നമ്മളുടെ ബഹുമാന്യരായ നേതാക്കന്മാർ സോണിയാഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും K സുധാകരനും ബെന്നി ബെഹ്നാനും കൊടിക്കുന്നിൽ സുരേഷും രാജ്മോഹൻ ഉണ്ണിത്താനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നമ്മുടെ MPമാർ, നമ്മുടെ നേതാക്കന്മാർ അതിശക്തമായി ആ നിയമത്തിനെതിരെ പാർലമെന്റിൽ അവർ ശബ്ദിക്കുകയും പാർലമെന്റിന്റെ അകത്തും പുറത്തും ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂഴിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ആ സമരം നമുക്കറിയാം. രാജ്ഭവന്റെ മുമ്പിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു സമരം ആരംഭഘട്ടത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു. എല്ലാ ജില്ലകളിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. വിവിധ പഞ്ചായത്തുകളിൽ ഗ്രാമീണ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ തൊഴിലുറപ്പ് സംരക്ഷണം സമരങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ തെറ്റായ നയങ്ങൾ പിൻവലിക്കാൻ, ഈ ജനകീയമായ സമരങ്ങളിൽ ഉയർന്നു വന്ന വികാരങ്ങളെ മാനിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. BJP ആരെയാണ് സഹായിക്കുന്നത്? അവരെ അദാനിയെയും അംബാനിയെയും സഹായിക്കുന്ന, കോടീശ്വരന്മാരെ സഹായിക്കുന്ന ഗവൺമെന്റാണ്. പാവപ്പെട്ടവരെ, തൊഴിലാളികളെ, കർഷക തൊഴിലാളികളെ, കൃഷിക്കാരെ അവഗണിക്കുന്ന ഗവൺമെന്റാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അവഗണനയ്ക്കെതിരെയുള്ള അതിശക്തമായ സമര പോരാട്ടമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി. ഇത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി രാഹുൽജിയുടെയും ഖാർഗെജിയുടെയും നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു.
അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടയിലും ഒരുപാട് സംഘടനാപരവും രാഷ്ട്രീയവുമായ എല്ലാ തിരക്കുകൾക്കിടയിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം, രാപ്പകൽ സമരം, ഇന്ന് കേരളത്തിൻ്റെ ഈ ലോക് ഭവന് മുൻപിൽ ഈ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നു. ഈ സമരത്തിലെ വികാരം, ഈ സമരത്തിലെ മുദ്രാവാക്യം രാഷ്ട്രപിതാവിനെ അധിക്ഷേപിക്കുന്നതിനെതിരായിട്ടുള്ള മുദ്രാവാക്യമാണ്. രാഷ്ട്രപിതാവിൻ്റെ നാമധേയത്തിലുള്ള ഏറ്റവും ബൃഹത്തായ പട്ടിണി മാറ്റാനുള്ള, തൊഴിലുറപ്പിനുള്ള ഒരു പദ്ധതിയെ കശാപ്പ് ചെയ്യുന്നതിനുള്ള ജനവികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എല്ലാ പ്രദേശത്തു നിന്നും ജനങ്ങൾ, പ്രവർത്തകര്, തൊഴിലുറപ്പ് തൊഴിലാളികൾ എത്തിച്ചേർന്ന് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ സമരം വിജയിപ്പിക്കാൻ തയ്യാറായതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വികാരം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ ഇവിടെ അധികാരികൾ തയ്യാറാകണം. ഗവർണർ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇവിടെ ഉയർന്നു വരുന്ന മുദ്രാവാക്യവും ജനവികാരവും മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെയും ഈ സമരം അവസാനിക്കുന്നില്ല. വിജയം വരെയും ഈ സമരം, തൊഴിലുറപ്പ്, തൊഴിൽ സംരക്ഷിക്കുന്നതിനാവശ്യമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. നമുക്കെല്ലാം ആശാവഹമായ ഒരു വാർത്തയാണ്. വിഴിഞ്ഞത്ത് ബൈ ഇലക്ഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബൈ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരംഭിച്ച വിജയത്തിൻ്റെതായ തേരോട്ടം തുടരുകയാണ്. ഇനിയും സൽവാർത്തകൾ ഈ സമ്മേളന വേദിയിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്. ഈ ജനകീയ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ പ്രിയങ്കരനായ KC വേണുഗോപാൽ MP ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഐതിഹാസികമായിട്ടുള്ള ഈ പോരാട്ട സമരത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ ലോക് ഭവൻ്റെ മുമ്പിലുള്ള സമരപരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാദരണീയനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷി, കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, പ്രിയപ്പെട്ട ശ്രീ K സുധാകരൻ, പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ്, മുൻ KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ, പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ MP മാർ, MLA മാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, DCC പ്രസിഡന്റ്മാർ, KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ, തൊഴിലുറപ്പ് തൊഴിലാളി സഹോദരി സഹോദരന്മാരെ, എത്രയും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി ഐതിഹാസികമായിട്ടുള്ള ഒരു സമര പോരാട്ടങ്ങൾക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപകമായി 45 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന മൻരേഗ ബച്ചാവോ സംഗ്രാം എന്ന പേരിൽ ഐതിഹാസികമായിട്ടുള്ള സമരമാണ് പാർട്ടി നടത്തുന്നത്. ഇത് കേവലം ഒരു സമരം മാത്രമല്ല. മൻരേഗ എന്ന് പറയുന്നത് ദരിദ്രരുടെ തൊഴിലവകാശത്തിൻ്റെ അടിത്തറയാണ്. നമ്മുടെ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ തൊഴിലവകാശത്തിൻ്റെ അടിത്തറയായിട്ടുള്ള ഈ മൻരേഗയെ കൊല്ലാക്കൊല ചെയ്യാനാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. പാർലമെൻറ്റിലെ എൻ്റെ സഹപ്രവർത്തകരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ബില്ല് അവതരണ വേളയിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വാദമുഖങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞു ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം, ഇതൊരു വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അനുസരിച്ചില്ല. അർദ്ധരാത്രി സത്യത്തിലൊരു നിയമം എങ്ങനെ ബുൾഡോസ് ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ ജനാഭിലാഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പദ്ധതിയെ കൊല്ലുകയായിരുന്നു.
മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെയും അവരുടെ ആശയങ്ങളെയും കൊല്ലാൻ സംഘപരിവാറും BJPയും നരേന്ദ്രമോദിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബില്ലിലൂടെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയിട്ട് ഗാന്ധിയുടെ ആശയത്തെ ഒരിക്കൽ കൂടി BJPയും സംഘപരിവാറും കൊന്നിരിക്കുകയാണ്. ഗാന്ധിയുടെ ആശയമായിരുന്നു ഗ്രാമസ്വരാജ്, നിങ്ങൾക്കറിയാം. ഗാന്ധിയുടെ ആശയമായിരുന്നു പഞ്ചായത്തി രാജിന്റെ ശാക്തീകരണം. ആ പഞ്ചായത്തി രാജ് ശാക്തീകരണത്തിന്റെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള മാതൃകയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതി, ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഈ പദ്ധതിയിലൂടെ, ഈ ബില്ലിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ബില്ല് തൊഴിൽ അവകാശമാക്കിയ ബില്ലാണ്. ഇന്ത്യയിലെ ഏത് മൂലയിലുള്ള പഞ്ചായത്തിലും ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായാൽ, തൊഴിലെടുക്കാൻ തയ്യാറായാൽ, അവരുടെ ഡിമാൻഡ് അനുസരിച്ച് തൊഴിൽ പ്രദാനം ചെയ്യാൻ പഞ്ചായത്തിനെ ബാധ്യതയുണ്ടാക്കുന്ന റൈറ്റ് ടു എംപ്ലോയ്മെന്റ് ബില്ലായിരുന്നു അത്. തൊഴിലവകാശമാക്കിയ ബില്ല്. ഈ ക്ലോസിലൂടെ, പുതിയ ഭേദഗതിയിലൂടെ തൊഴിലവകാശം എന്നുള്ളത് സാമ്പത്തിക ബഡ്ജറ്റ് അനുസരിച്ച് സാമ്പത്തിക ബാധ്യത അനുസരിച്ചുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അവർ കൊട്ടിഘോഷിക്കുന്നത് 125 ദിവസമാക്കി, 100-ന് പകരം 120. ഇത് ശുദ്ധഭോഷ്കാണ്. 100 ദിവസമാക്കുന്നതിന് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. 125 ദിവസമാക്കുന്നതിന് ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഈ തൊഴിൽ ഒരിക്കലും സാധ്യമാകാത്ത രീതിയിൽ ഈ നിയമത്തിൽ ഭേദഗതി ഉണ്ടാക്കിയിരിക്കുന്നു. പഴയ നിയമം അനുസരിച്ച്, UP സർക്കാരിന്റെ നിയമം അനുസരിച്ച്, മൻരേഗ നിയമം അനുസരിച്ച് വേതനത്തിന്റെ 100% കേന്ദ്ര സർക്കാരാണ് കൊടുക്കുക. ഇപ്പോൾ വേതനത്തിന്റെ 60% മാത്രം, ഇപ്പൊ 60% ആക്കി. അത് ക്രമേണ കേന്ദ്ര വിഹിതം വീണ്ടും വീണ്ടും കുറക്കുമെന്നുള്ള കാര്യം സംശയം വേണ്ട. ബാക്കി 40%. കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് പോലും ഒരു വർഷം 2000 കോടി രൂപ സംസ്ഥാന സർക്കാർ അവരുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കിയാൽ മാത്രമേ കൂലി കൊടുക്കാൻ പറ്റൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഫെഡറൽ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ്. ഇത് പഞ്ചായത്ത് രാജിന് അധികാര വികേന്ദ്രീകരണ സമ്പ്രദായത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. ഇപ്പോഴത്തെ പുതിയ സ്കീം അനുസരിച്ച്, നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും ഒരു പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വേണമോ വേണ്ടവയോ എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം, നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ നോട്ടിഫൈയിങ് പവർ പഞ്ചായത്തിൽ നിന്നും എടുത്തു മാറ്റി കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായിരിക്കും അതിന്? ഇത് അധികാര വികേന്ദ്രീകരണമാണോ? പഞ്ചായത്തുകൾ തീരുമാനിക്കേണ്ട കാര്യം കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷനോടെ തീരുമാനിക്കുമെന്ന് പറയുന്നത് ഏത് അധികാര വികേന്ദ്രീകരണത്തെ ശക്തിപ്പെടുത്താനാണ്? പിന്നെ സോഷ്യൽ ഓഡിറ്റിംഗ് ഇപ്പോൾ നിലവിലുണ്ട്. സോഷ്യൽ ഓഡിറ്റിംഗ് ആവാം. പക്ഷേ ഈ പാവപ്പെട്ട ഇവിടെ ഇരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്ത് തഴമ്പിച്ച കൈയുമായി ബയോമെട്രിക് എടുത്ത് മാത്രമേ ഇനി പോകാൻ പറ്റൂ എന്ന് പറയുന്നത് മലമ്പ്രദേശങ്ങളിൽ, ഗിരിപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഈ പദ്ധതിയിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ടല്ലേ? ഫലത്തിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ കോവിഡ് കാലത്ത്, പ്രളയകാലത്ത്, വരൾച്ചാ കാലഘട്ടങ്ങളിൽ, മഹാമാരി വരുന്ന സമയങ്ങളിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവനെ നിലനിർത്തിയിരുന്ന ഈ മഹത്തരമായിട്ടുള്ള തൊഴിൽദാന പദ്ധതിയെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കാനുള്ള RSSന്റെ ഗെയിം പ്ലാനാണിത്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് മാത്രമല്ല, ഗാന്ധിയുടെ ആശയത്തെ, രാമസ്വരാജ്യം എന്ന സങ്കല്പത്തെ, ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ
നിർവീര്യമാക്കുന്ന ഒന്നാണിത്. ഇത് പാർലമെന്റിൽ വലിയ ചർച്ചയിലാക്കി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ആ ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള UDF അംഗങ്ങൾ അഭിമാനകരമായി എല്ലാ MP-മാരും പ്രായഭേദം മറന്ന് നമ്മൾ ബെന്നിയൊക്കെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ച് ഷാഫി പറമ്പൻ ഡെസ്കിൻ്റെ മുകളിൽ കയറി, ഹൈബീഡനും ഷാഫി പറമ്പനും നമ്മളെ ഡെസ്കിൻ്റെ മുകളിൽ കയറി എന്ന് പറഞ്ഞാൽ ഡീൻ കുര്യാക്കോസും ഡെസ്കിൻ്റെ മുകളിൽ കയറുന്ന അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല. അത്രയേറെ ഹൃദയവേദന ഉണ്ടാകുമായിരുന്നു ആർക്കും. ആ നിയമം പാസ്സാക്കുന്ന ബില്ല് ഞങ്ങൾ അവരോട് കെഞ്ചി യാചിച്ചു, നിങ്ങളിത് പൊതുജനാഭിപ്രായത്തിന് വിടൂ, അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടൂ, ഒരു ചർച്ചയാകട്ടെ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, പാർലമെന്ററി ഡെമോക്രസി അതാണല്ലോ, ചർച്ചയാകട്ടെ. ഇത് നാഗ്പൂരിൽ പാസ്സാക്കാൻ തീരുമാനിച്ച ഈ കാര്യം പാസ്സാക്കിയേ അടങ്ങൂ. ഞങ്ങളോടൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല, ഇത് പാസ്സാക്കിയേ അടങ്ങൂ എന്നുള്ള തീരുമാനമാണ്. ഗാന്ധിജിയുടെ പേര് മാറ്റാനുള്ള തീരുമാനം അവർക്ക് പാസ്സാക്കിയേ അടങ്ങൂ എന്നുള്ള തീരുമാനമാണ്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുള്ളൂ, ഇത് പാസ്സാക്കിയേ അടങ്ങൂ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇതുപോലെ 3 കാർഷിക കരിനിയമങ്ങൾ നിങ്ങൾ പാസ്സാക്കിയിരുന്നു. രാജ്യവ്യാപകമായി കൃഷിക്കാരൻ പ്രക്ഷോഭത്തിലായിരുന്നു, കോൺഗ്രസ് പാർട്ടി പ്രക്ഷോഭത്തിലായിരുന്നു. ഞങ്ങൾ പറഞ്ഞു വന്ന് ഈ കരിനിയമം പാസ്സാക്കിയ കരിനിയമത്തിന് കൈകൊണ്ട് തന്നെ അത് പിൻവലിക്കേണ്ടിയും വരും എന്ന് ഞങ്ങളൊന്ന് പറഞ്ഞു. അത് അക്ഷരം പ്രതി ശരിയായി. അവസാനം ഒരു കാരണവശാലും പിൻവലിക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ കാർഷിക കരിനിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറായ സാഹചര്യമുണ്ടായി, നിർബന്ധിതമായ സാഹചര്യമുണ്ടാക്കി. ഇന്ത്യയിലെ മഹത്തരമായിട്ടുള്ള ജനകീയ മുന്നേറ്റം ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. വരുന്ന 40 ദിവസക്കാലം കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം സമരമുഖത്താണ്. പാർട്ടികൾ മാത്രമല്ല, ഈ മൻരേഗ എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കിയെടുക്കാൻ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് നിഷ്പക്ഷമതികളായിട്ടുള്ള ഒരുപാട് NGOകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം സമരമുഖത്താണ്. കാരണം ഇത് ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ തകർക്കുന്ന മോഡി സർക്കാർ നിയമമാണ്. ഇത് ദരിദ്രർക്കെതിരായിട്ടുള്ള മോഡി സർക്കാരിൻ്റെ ഏറ്റവും കനത്ത ആഘാതമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യുകയാണെന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഈ ലോക് ഭവനിൽ മുമ്പിൽ രാപ്പകൽ സമരമിരുന്നു കൊണ്ട് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നിയമം പിൻവലിക്കുന്നത് വരെയുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും, UDF മുന്നോട്ട് പോകും എന്നുള്ള സന്ദേശം കൊടുക്കുമ്പോൾ ഞാൻ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ നിയമവും കാർഷിക കരിനിയമങ്ങളുടെ അതേ രീതിയിൽ പിൻവലിക്കപ്പെടേണ്ടി വരും എന്നുള്ള സാഹചര്യം ഈ നാട്ടിലുണ്ടാക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അതിലേക്ക് നിങ്ങൾ എല്ലാവരും വരും ദിവസം, ഈ ഒരു ദിവസത്തെ സമരം കൊണ്ടല്ല, വരും ദിവസങ്ങളിൽ ഗ്രാമങ്ങളിൽ ഇതിൻ്റെ അലയൊലികൾ വരണം. ഞാൻ കേരളത്തിലെ സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു, ഈ ബില്ല് പാസ്സാക്കിയ ഉടൻ തന്നെ തെലങ്കാന നിയമസഭ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ഈ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, പഴയ നിയമം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കി. കർണാടക നിയമസഭ ഈ അടുത്ത ആഴ്ച അടിയന്തരമായിട്ടുള്ള സമ്മേളനം ഇതിനു വേണ്ടി മാത്രം വിളിച്ചിരിക്കുകയാണ്. ഇത് വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. തെലങ്കാന ഒരു കാര്യം കൂടി ചെയ്തു. തെലങ്കാനയിലെ എല്ലാ ഗ്രാമസഭകളും വിളിച്ചുകൂട്ടി, ഒരു ഡേറ്റിൽ വിളിച്ചുകൂട്ടി ഗ്രാമസഭകളിൽ പ്രമേയം പാസാക്കി ഞങ്ങൾക്ക് പഴയ ബില്ല് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടു. ഞാൻ കേരള മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങൾ എന്തായാലും 20-ാം തീയതി സമയം കൂടുന്നുണ്ട്. ആ നിയമസഭയിൽ ആദ്യത്തെ അജണ്ടയായിട്ട് പോകേണ്ടത് ഈ പഴയ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കോളായിരിക്കണം നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്. കേരളത്തിലെ ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടണം. കേരളത്തിലെ ഗ്രാമസഭ നമ്മൾ ഇടക്കാലത്ത് നിർവീര്യമാക്കി ഈ സർക്കാർ. ആ ഗ്രാമസഭകളെ പുനരുജ്ജീവിപ്പിക്കണം. പാവപ്പെട്ട തൊഴിലാളികളെ കൂടി വിളിക്കണം ആ ഗ്രാമസഭയിൽ. അവിടെ ഒറ്റക്കെട്ടായ ശബ്ദമുയരണം, പ്രമേയമായിട്ട് വരണം. കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ഈ പദ്ധതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വെളിച്ചം വിടണം എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ.
നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഞങ്ങളോട് കേന്ദ്രവിരുദ്ധ പ്രശ്നം എം പിമാരെ ഇന്നലെ വീണ്ടും കടന്നാക്രമിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു ഒരു പ്രാവശ്യം. പാർലമെൻറ്റിൽ ഞങ്ങൾ എം പിമാരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. 2014 മുതലുള്ള എം പിമാരുടെ അവരുടെ ചോദ്യോത്തരം പരിശോധിക്കാം, അവരുടെ 0 ഓവർ ഇൻ്റർവെൻഷൻ പരിശോധിക്കാം, അവരുടെ 377 പരിശോധിക്കാം, ബില്ലിലെ ചർച്ച പരിശോധിക്കാം, അനൗദ്യോഗിക ബില്ലുകൾ പരിശോധിക്കാം. എല്ലാ ദിവസവും കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എം പി, ഒരു UDF എം പി എങ്കിലും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാതെ ആ പാർലമെൻറ്റ് നടക്കുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് വാസ്തവമായിരിക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഇത് ഞങ്ങൾ നിങ്ങളുടെ എം പിമാരെ ആക്ഷേപിക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് മറുപടി പറയേണ്ടത് അത് തമ്മിലൊന്നും താരതമ്യമാണ് ചെയ്യേണ്ടത്. അത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലവാരം ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷന് ശേഷം വളരെ താഴെ പോയിരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള പ്രസംഗമായിട്ട് കണക്കിലെടുത്ത് നമ്മൾ മാറുകയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു, ഇതില കേന്ദ്രവിരുദ്ധ സമരത്തിൽ കോൺഗ്രസും കൂടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ പറഞ്ഞു, ഞാൻ സ്വന്തം വകുപ്പിലെ മന്ത്രിമാരായിട്ടുള്ള സ്വന്തം മുന്നണിയിലെ കക്ഷിയായിട്ടുള്ള CPI-കാരൻ്റെ പോലും അറിയിക്കാതെ ഈ PMC പദ്ധതിയിൽ RSSൻ്റെ അജണ്ട വെച്ചിട്ട് ഒപ്പിട്ടിട്ട് രഹസ്യമായി ഒപ്പിട്ട് കൊടുത്ത മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മിക അവകാശമുള്ളത് കേന്ദ്രത്തിനെതിരായിട്ട് പോരാടാൻ? പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ധൈര്യം ഉണ്ടെങ്കിൽ, ആ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന പോലെ ഇവിടെ അല്ലായിരുന്നോ ഇന്നലെ വന്നിരിക്കേണ്ടത്? ഇതിനകത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയോട് കേൾപ്പിക്കാനായിരുന്നില്ലേ നിങ്ങളുടെ സമരം വേണ്ടിയിരുന്നത്? രക്തസാക്ഷി മണ്ഡപത്തിൽ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്നലത്തെ മെസ്സേജ് പോകേണ്ടത് എവിടെയായിരുന്നു? നിങ്ങൾക്ക് സമരം കേന്ദ്രത്തിനെതിരായിട്ടുള്ള ആത്മാർത്ഥമായ സമരമായിരുന്നെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ഇരുന്നെങ്കിൽ മനസ്സിലാക്കാൻ ഇരിക്കാൻ പറ്റുമോ? പുറത്ത് ഗവർണർക്കെതിരായിട്ടുള്ള പോരാട്ടം, വൈസ് ചാൻസലർമാർ വീതിച്ചെടുക്കുന്ന സമീപനം, കേരളത്തിലെ വൈസ് ചാൻസലർമാർ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ വീതിച്ചെടുക്കുകയല്ലേ ചെയ്ത്? എന്തൊരു SFI-കാരെ കൊണ്ട് ഇവിടെ സമരം ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവസാനം അതേ സമരം ചെയ്ത ആളുകൾക്ക് തന്നെ വൈസ് ചാൻസലറായിട്ട് മാറ്റുക. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, മുഖ്യമന്ത്രി ഞങ്ങൾക്കൊരു കാര്യം കൺസിസ്റ്റൻ്റായ സ്റ്റാൻഡാണ് കോൺഗ്രസിന്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തകർക്കുന്ന, മതേതരത്വത്തെ തകർക്കുന്ന ഈ എല്ലാ സമീപനങ്ങളെയും ഞങ്ങൾ എതിർക്കും. PMC പോലെയുള്ള പദ്ധതി എന്തിനായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കേരളത്തിൽ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അതിൽ ഒപ്പിടുന്നതിന് മുമ്പേ ഒപ്പിടരുത് എന്ന് പറഞ്ഞത്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള കക്ഷികളും പറഞ്ഞു. എന്നിട്ട് സബ് കമ്മിറ്റി ഉണ്ടാക്കുന്നു പറഞ്ഞു. എവിടെ പോയി സബ് കമ്മിറ്റി? ബിനോയ് വിശ്വം ഒന്ന് മറുപടി പറയണം. ആ സബ് കമ്മിറ്റി എവിടെ പോയി? ഇത് മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകണ്ടേ? ഞങ്ങളെ കുറ്റപ്പെടുന്നതിന് മുമ്പ് സ്വന്തം ഒന്ന് കണ്ണാടി നോക്കണം. ഫാസിസ്റ്റുകൾ സ്വന്തം കണ്ണാടി നോക്കാറില്ല. ആ ചിത്രത്തിലേക്ക് മുഖ്യമന്ത്രി വരരുത്, ഫാസിസ്റ്റുകളുടെ ചിത്രത്തിൽ. കാരണം കണ്ണാടി നോക്കിയാൽ തങ്ങളുടെ വികൃതമായ മുഖം കണ്ട് ആ കണ്ണാടി തല്ലിപ്പൊളിക്കുന്ന സ്വഭാവമാണ് ഫാസിസ്റ്റുകൾക്കുള്ളത്. അതുകൊണ്ട് ആ മുഖവും ആ സമീപനം നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നിച്ച് പോരാടാം. ഈ തൊഴിൽദാന പദ്ധതി നമുക്ക് ഉണ്ടായേ പറ്റൂ. സോണിയാഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും ഈ നാടിന് കൊടുത്ത ഏറ്റവും മഹത്തരമായ തൊഴിൽദാന പദ്ധതിയാണിത്. അവരുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് അവിടെയാണ്. പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ജീവിക്കാൻ അവകാശമുള്ള തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടിയുമായി നമ്മൾ മുന്നോട്ട് പോകും. അത് തിരിച്ചെടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ഈ ഐതിഹാസിക സമരത്തിന് നേതൃത്വം കൊടുത്തവർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഐതിഹാസികമായ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, ഈ ഐതിഹാസികമായ ഈ സമരം ഉദ്ഘാടനം ചെയ്ത AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ K മുരളീധരൻ, ശ്രീ K സുധാകരൻ, പ്രിയപ്പെട്ട ശ്രീ MM ഹസൻ, ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യമെമ്പാടും
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉജ്ജ്വലമായൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോകഭവൻ്റെ മുന്നിൽ ഇന്ന് KPCCയുടെ നേതൃത്വത്തിൽ ഈ വലിയ സമര പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റും AICC ജനറൽ സെക്രട്ടറിയും സൂചിപ്പിച്ചതുപോലെ ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ഒരു വിസ്മയമായിരുന്നു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. സത്യത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് UPA ചെയർപേഴ്സണായിരുന്ന ശ്രീമതി സോണിയാഗാന്ധിയുടെ അതിശക്തമായ പിൻബലത്തോടെ ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരുപക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ഏറ്റവും വിപ്ലവകരമായ, ഏറ്റവും വലിയ ജനക്ഷേമകരമായ ഒരു പരിപാടി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ലോകരാജ്യങ്ങൾ മുഴുവൻ വിസ്മയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. G20 രാജ്യങ്ങളുടെ ഗ്ലോബൽ സബ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ലോകരാജ്യങ്ങളുടെ തലവന്മാർ ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് അഭിനന്ദിക്കുകയും ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ നൽകണം എന്നാവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ലോകത്ത് പല രാജ്യങ്ങൾക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു പദ്ധതിയാണ്. ഇന്ത്യയെ പോലുള്ളൊരു മൂന്നാം ലോക രാജ്യത്ത് ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ പട്ടിണിപ്പാവങ്ങളുടെ വീടുകളിൽ അടുപ്പ് പുകച്ച പദ്ധതിയാണിത്. പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് പണം വന്നൊരു പദ്ധതിയാണിത്. ഒരുപാട് സങ്കടങ്ങൾ മാറി ഒരുപാട് പട്ടിണി മാറ്റാൻ പറ്റിയ ഒരു പദ്ധതിയായിരുന്നു ഇത്. അതിനകത്ത് ഒരു വലിയ സാമ്പത്തികമായ നയതന്ത്രം കൂടി ആ പദ്ധതിയിലുണ്ടായിരുന്നു. കാരണം എപ്പോഴും രാജ്യം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തെ ഗവൺമെൻറ്, ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ് കൂടുതൽ പണം ചെലവാക്കണം എന്നുള്ളതാണ് ഒരു വലിയ തിയറി. 1930 ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞതിന് ശേഷം ജോൺ കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഉപദേശിച്ച കെയ്നീഷ്യൻ തിയറിയാണ് ഒരു അക്ഷരാർത്ഥത്തിൽ ഈ പദ്ധതി. കാരണം ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുക കൂടുതൽ പണം. അവ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കറൻസി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമൻ്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ മാധ്യമമാണ്. അതെവിടെയെങ്കിലും കെട്ടി വെച്ച പൂപ്പൽ പിടിക്കുമെന്നല്ലാതെ അതിന് കടലാസിൻ്റെ വില പോലും ഉണ്ടാവില്ല. പണത്തിൻ്റെ മാജിക് എന്ന് പറയുന്നത് പണം സർക്കുലേഷനിലാവുമ്പോഴാണ്, പണം ആളുകളുടെ ഇടയിലുള്ളപ്പോഴാണ്, എല്ലാവരുടെയും കയ്യിലേക്ക് ഈ പണം എത്തും. ഈ കിട്ടുന്ന പണം ഒരാൾ ബാങ്കിലിടില്ല. കാരണം ബാങ്കിൽ കൊണ്ടുപോയി പണമിടാൻ പറ്റുന്ന പാവപ്പെട്ടവരല്ല അവർ. പലർക്കും ബാങ്കിലൊന്നും സേവിങ്സ് പോലും ഇല്ലാത്ത പണം കിട്ടിയാൽ അപ്പം തന്നെ ഇത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അവരൊന്നിൽ പലചരക്കടയിൽ പോവും, അല്ലെങ്കിൽ തുണിക്കടയിൽ പോവും, അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോവും. അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന പണം അത് ചെലവഴിക്കപ്പെടുകയാണ് മാർക്കറ്റിൽ. ആ മാർക്കറ്റിൽ ചെലവഴിക്കപ്പെടുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ നികുതി വരും. അത് പല പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യപ്പെടും മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും പണം ഉണ്ടാകും. ഈ കൊടുക്കുന്ന 75,000 കോടിയും 1 ലക്ഷം കോടിയും എല്ലാം ഇന്ത്യയിലെ സാധാരണക്കാരുടെ പോക്കറ്റിലുണ്ടാവും. ഈ റൊട്ടേഷനിലാണ് പണം നിൽക്കുന്നത്. അങ്ങനെ ജനങ്ങളെ സജീവമാക്കാൻ നാടിലെ ആളുകളുടെ പോക്കറ്റുകളിലേക്ക്, ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ കയ്യിലേക്ക് മാത്രമല്ല, നാട്ടിലെ ബിസിനസ്, സാധാരണ ബിസിനസ് പോലും അതുപോലും വർദ്ധിക്കുന്ന തരത്തിൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണിത്. ഒരുപാട് അർത്ഥമുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതി ആ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിച്ചു, ഇല്ലേ? നമ്മുടെ ഇൻകം ടാക്സ് വർദ്ധിച്ചു. 147% എക്സൈസ് ഡ്യൂട്ടി വർദ്ധിച്ചപ്പോൾ 180% ഇൻകം ടാക്സ് വർദ്ധിച്ചത്. രാജ്യത്തെ മൊത്തമായിട്ടുള്ള ടാക്സ് വർദ്ധിച്ചു. അതായത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ പണം ഉണ്ടായി. ഒരു സർക്കാരിൻ്റെ ആദ്യത്തെ ജോലി
ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതാണ്. ആ ഖജനാവ് നിറച്ചാലാണ് വികസന പദ്ധതികളും അതുപോലെ ക്ഷേമ പരിപാടികളും നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. അങ്ങനെയാണ് ഗവൺമെൻറ് എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കി. ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയ ഗവൺമെൻറ് 2 റൈറ്റ് ടു എഡ്യൂക്കേഷൻ സ്കീം നടപ്പാക്കി. ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അധ്യാപകരെ കൂടുതൽ നിയമിച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ ഫിനാൻസ് ചെയ്തു. അന്ന് LDF ഗവൺമെൻറ് കേരളം ഭരിക്കുന്ന സമയമാണ്. അന്ന് NRHM പദ്ധതി തുടങ്ങി, നാഷണൽ റൂറൽ ഹെൽത്ത് പ്രോഗ്രാം. ആ പ്രോഗ്രാമിലാണ് ഇവിടെ ആശുപത്രികളിൽ കെട്ടിടങ്ങൾ പണിതത്. NRHM സ്കീമിൽ കോടികളാണ് കേരളത്തിലേക്ക് വന്നത്. അപ്പൊ പണം ഖജനാവിൽ ഉണ്ടാക്കിയിട്ട് ആ പണം റീഡിസ്ട്രിബ്യൂഷനാണ്, സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണമാണ് ഇവിടെ നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഒരു നെഹ്റുവിയൻ ലെഫ്റ്റായി മാറുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ചെയ്തത്. ഖജനാവ് നിറച്ച് നികുതി വരുമാനം വർദ്ധിപ്പിച്ച് ആ പണം സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ സാധാരണക്കാരൻ്റെ കൈകളിൽ വിവിധങ്ങളായ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രോജക്റ്റ്, NRHM പോലുള്ള പദ്ധതികളിലൂടെ എത്തിച്ചു. ലോകത്തൊരു ഗവൺമെൻറ്റും ഇത്തരമൊരു നടപടി ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയായി മാറിയ ഒരു പദ്ധതിയാണ്. ഇവർക്കിപ്പോൾ എന്തിൻ്റെ അസുഖമാണ്? ഇവർക്ക് ഈ പദ്ധതി ഇല്ലാതാക്കണം, വേറൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കോ, ഇവരുടെ ശ്രമം ഇങ്ങനെയൊക്കെ തുടങ്ങി ഒറ്റ അടിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അതിശക്തമായ പ്രതികരണം സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താ, ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നാണ്. സത്യത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞു 125 ആക്കി. അപ്പോൾ കുറേ മാധ്യമങ്ങൾ, ഇവിടെയല്ല ദേശീയ മാധ്യമങ്ങൾ 125 ആക്കി പ്രൊജക്റ്റ് ചെയ്യാണ്. 125-ന് ഗ്യാരണ്ടി ഇല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി ഇല്ല. മനസ്സിലായില്ലേ? പിന്നെന്താ, 60% പൂർണ്ണമായ യൂണിയൻ പദ്ധതിയാണ്, കേന്ദ്ര പദ്ധതിയാണ്. 40% വളരെ സിമ്പിളായിട്ട് ചെയ്യുക. ഇനി ഇവിടുത്തെ പോലത്തെ സ്ഥിതി വേണ്ട, കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണെന്ന് ഓർത്തോ സ്റ്റേറ്റിൻ്റെ. ഇവിടുത്തെ സ്ഥിതി അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. മെച്ചപ്പെട്ട സ്ഥിതിയാണെന്ന് ഓർത്തോ സ്റ്റേറ്റിൻ്റെ. ഒരു സ്റ്റേറ്റിനും പറ്റില്ല ഇതിലേക്ക് ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. ഒരു സുപ്രഭാതത്തിൽ വന്ന് പൂർണ്ണമായി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ 40% സ്റ്റേറ്റ് കൊടുക്കണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിനും പറ്റില്ല. ഇന്ത്യയിൽ മിക്കവാറും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണ്. കേരളം പോലുള്ള പരിതാപകരമായ അവസ്ഥ പല സംസ്ഥാനത്തും ഇല്ല. എങ്കിലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കേണ്ടി വരും. 60% തുക കൊണ്ട് ഇത് നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതി ഏകദേശം പകുതിയായി കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പദ്ധതി പോകും. പിന്നെ സംഘപരിവാറിന് ഒരു അജണ്ടയുണ്ട്. എന്താ അജണ്ട? ചരിത്രത്തെ മാറ്റി എഴുതണം. എല്ലാ ഏകാധിപതികളും എല്ലാ ഫാസിസ്റ്റ് ഭരണാധികാരികളും ശ്രമിച്ചു പരാജയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവർക്കിഷ്ടമുള്ള രീതിയിൽ ചരിത്രത്തെ മാറ്റി എഴുതാൻ അവരെഴുത്തുകാരെ തുറുങ്കിലടച്ചും എഴുത്തുകാരെ നാടുകടത്തിയും ചരിത്രകാരന്മാരെ ഭയപ്പെടുത്തിയും രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെയുള്ള സ്തുതിപാഠകരെ സൃഷ്ടിച്ചും എല്ലാ ഏകാധിപതികളായ ഭരണാധികാരികളും അവർക്കിഷ്ടമുള്ള ചരിത്രം ഉണ്ടാക്കാൻ ചരിത്രത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ ഗോപുരങ്ങൾ പോലെ നിൽക്കുന്ന ടവറിംഗ് പേഴ്സണാലിറ്റീസ് ഉണ്ട് നമ്മുടെ ചരിത്രത്തിൽ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, എവിടെ ചെന്ന് ഇവർ പോയാലും അവിടെ ചെന്നാണ് മുട്ടുന്നത്. അവിടെ മുട്ടാൻ പറ്റുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഇവരുടെ കൂട്ടത്തിലുണ്ടോ? ആരുമില്ല. അപ്പോൾ അവർ ചരിത്രത്തിൽ നിന്ന് മാറ്റണം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം സ്ഥാപനങ്ങളാണ്, അവരുടെ പേരുണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ് മാറ്റി വേറെ ഓരോ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ച് ജയിലിൽ നിന്നിറങ്ങി അവർക്ക് എഗ്രിമെൻ്റ് എഴുതി കൊടുത്ത് ഇനി ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല, മാത്രമല്ല
സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ സന്നദ്ധ ഭടന്മാരെ പട്ടാളത്തിനും പോലീസിനും കാണിച്ചു തരാം എന്ന് കൂടിയ 5-ാം പത്തി പരിപാടി കൂടി ഏറ്റെടുത്ത നേതാക്കന്മാരുടെ പേരിലേക്ക് മാറ്റിയാണ് ഈ പദ്ധതികൾ. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പേരുള്ള പദ്ധതികൾ മുഴുവൻ മാറ്റുക. അപ്പോൾ അവരെ തിരസ്കരിക്കുക. അപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാറ്റി മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുക. ആദ്യത്തെ ലക്ഷ്യം അത്. രണ്ടാമത്തെ ലക്ഷ്യം പദ്ധതി ഇല്ലാതാക്കുക. അതിനെതിരായി ജനാധിപത്യ ഭാരതം പ്രതിരോധിച്ചില്ലെങ്കിൽ, ചെറുത്തു നിന്നില്ലെങ്കിൽ ചരിത്രം നമുക്ക് മാപ്പ് തരില്ല. ആ ചരിത്രപരമായ ദൗത്യമാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീ മല്ലികാർജുൻ ഖാർഗെജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. രാജ്യവ്യാപകമായി ജനാധിപത്യത്തെ, ഈ ഫാസിസ്റ്റ് ശക്തികളുടെ ഈ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ, ജനാധിപത്യ ഭാരതം എന്താണ് എന്നിവരെ ബോധ്യപ്പെടുത്താൻ, ഇന്ത്യ എന്ന ആശയം, ഐഡിയ ഓഫ് ഇന്ത്യ എന്താണ് എന്നിവരെ ബോധ്യപ്പെടുത്താൻ കൂടി നടത്തുന്ന സമരം. ഇന്ത്യയിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഈ സമരം, ഞാൻ കരുതുന്നു ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. ഈ സമരം ഫാസിസത്തിനെതിരായ അതിശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതിരോധം ഈ രാജ്യത്തുണ്ടാകുന്നതിൻ്റെ തുടക്കമായി മാറും. ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അന്ത്യം കുറിക്കാൻ സാധാരണക്കാരായ ഭാരതീയരുടെ പിന്തുണയോടുകൂടി നടത്തുന്ന ദേശവ്യാപകമായ ഈ സമരം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ആരംഭമാണ്. നമ്മൾ തുടരുകയാണ് ഈ സമരം. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മുഴുവൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. ബഹുമാന്യരെ, ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ ആദരണീയായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Namaskaram. Our beloved leader K.C. Venugopalji, General Secretary Organization AICC, KPCC President Sunny Joseph ji, LOP VD Satishan ji, Working Committee Member Ramesh Chenithala ji, Sudhakaran ji, Suresh ji, UDF Convener Adur Prakash ji, our Trivandrum DCC President Shaktan ji, former KPCC President MM Hassan ji, Muralidharan ji, all the MLAs, MPs, and our beloved Manrega workers and Congress workers who are here in this historic gathering. Already we know that Manrega scheme was started by late Prime Minister Manmohan Singh ji, and it was a dream of our Congress, the then President, Madam Sonia Gandhi ji. It was announced on 7th September 2005, and it became an act on 2nd February 2006. So almost 20 years, the vision of Congress Party, the vision of Manmohan Singh ji and Sonia ji was to uplift the poor people of the village so that they can get some work and the infrastructure of the village can be uplifted. But what is happening now? Then it was told that the central government will give all the funds for this 100 days work of the poor people. But now we have to choose one path, whether we should go on the Gandhiji's path or whether we should go on the Godse's path. This is the difference of the idealism. Congress Party always thought about the poor people. Congress Party always thought of the weaker section of the society. So it is a
path of violence. What they are coming, they have come through Godse, killing our father of the nation. And now they are changing the names. Why they are changing? It is not because just changing the Mahatma Gandhi's name. It is because they are humiliating the weaker section of the people of India. They are humiliating the people who are the Manrega workers. Because now they are saying Central will not give us the entire money. The state have to bear it. Already the states are having huge burden on them. So finally the state will say we can't bear it. So this scheme will be off. This scheme will be taken away from India. So this is how they want to stop everything. What Congress has brought. And what is the vision of India? From Jawaharlal Nehru to Manmohan Singh. Already our leaders have spoken about the schemes one after another we have given for the people of India. I am very glad to tell you one thing today. That one of our Wayanad Mahila Congress president, she is a Manrega worker. I am very proud to say this. A Manrega worker being supporting Congress. And she is working as a district president of Congress. And this time in the local body we have given her ticket. And she is now the district panchayat member from Congress party. I am very proud to say this. Her name is Ginny Thomas. As a woman, I am feeling very proud. And I am very proud to be a Congress party worker. That Congress party has given this kind of respect to a Manrega worker whom we had given work. They had worked for 100 days for so many years and now they are serving for the party, for the nation, for the area development of Wayanad district. This is what is Congress party. So I'm sure we are starting it today from Trivandrum. And it will become a mass movement in the entire Kerala state. And Congress party has decided nationwide we will go for this dharna, this sangram. And this sangram will prove how Punjab farmers and Haryana farmers sat on the dharna. And this government has to take back, roll back the act. Here also they have to take back this act because this will be a mass movement throughout the country and all the Manrega workers now they have realized that what is going to happen to their livelihood and the villagers also they are aware of this that now what is going to be happen in the infrastructure building of the villages. So I don't want to say more. I thank you, all of you who have come here and who are supporting on this great cause, who are supporting us on this sangram. And this sangram will be there until and unless they roll back this act from the parliament. Thank you so much. Jai Hind.